അവിടുത്തെ ഫീസ്, വാടക ഫീസ്, റൂം വാടക 500, തെറാപ്പി ചെയ്യണത് 500. അപ്പൊ നമ്മുടെ ഭക്ഷണ ചെലവ് എല്ലാ 400 കുഴപ്പമില്ല. എന്തായാലും നമുക്ക് സഹായം ഏത് ജാതി മതം പറയാൻ പറ്റില്ല. നമുക്ക് സഹായം ഇത് വിറ്റാല് നമുക്ക് വിറ്റിട്ട് എവിടെ പോയി അത് ചിന്തിച്ചു നോക്കി. അത് ആലോചിക്കുമ്പോ നമ്മള് ഒരു ദിവസം പണിയില്ല, ഞങ്ങൾ തന്നെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ബ്രദറോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറും ആ മേഡത്തോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഏതായാലും അയച്ചു കൊടുക്കാം, മറ്റവർക്ക് കാണട്ടോ, കണ്ടാല് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മളെ അവസ്ഥ നമ്മൾ പറയണം, ചോദിക്കുന്നു ദൈവത്തോട്. ആവശ്യം ചെയ്യാൻ കഴിയില്ല, ഞാൻ മെനക്കെട്ട് നിൽക്കണം. നടക്കാനും ജോലി എന്തായാലും സഹായം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആരെങ്കിലും ഏത് രൂപത്തിൽ നമ്മൾ സഹായിക്കും. ഇപ്പൊ കണ്ടില്ല എത്ര ആൾക്കാർ ഇപ്പൊ വയനാട്ടിൽ പോയത്, എത്ര ആൾക്കാർ സഹായിക്കുന്നു. അതുമാതിരി സഹായം നമുക്ക് ദൈവത്തോട് കിട്ടും. അത് വിശ്വസിച്ചാൽ ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ര നാട്ടിലൊക്കെ പോയി വന്നല്ലേ, എന്റെ നാട്ടിലൊക്കെ പോയി 2 ഒരാഴ്ച നമുക്ക് ഇറങ്ങി വന്നല്ലേ. അപ്പൊ അപ്പെല്ലാം നല്ല നടന്നിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കൊഞ്ഞെടുക്കുമ്പോ എന്താ ചെയ്യാ, മനസ്സുകളുടെ സ്ഥിതിയല്ലേ. ആർക്കിപ്പോ എനിക്ക് അതുപോലെ ഞാൻ എന്ത് ചെയ്യൂ, നമ്മൾ അപ്പൊ അതിന്മേന്ന് എനിക്ക് ഇങ്ങനെ പിടിച്ചെഴുന്നേക്കണമെങ്കിൽ പറ്റാണല്ലോ, ഞാൻ വീട് പോയി. അപ്പൊ അതിനായിപ്പോ ഈ കർഷകർ തെറാപ്പി ചെയ്താൽ രക്ഷപ്പെട്ടില്ല, അതല്ലേ. അപ്പൊ അപ്പോഴൊക്കെ എനിക്ക് വരുന്നില്ല. നമ്മള് പോയിട്ടൊക്കെ വന്നപ്പോ ഒരു സംഭവിച്ചെന്താണ്, ക്ഷീണമില്ല. അത് ഇങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു നമുക്ക്. ഞാൻ പണിക്കൊക്കെ പോയിട്ട് വന്നിട്ട് പുറത്തേക്ക് പോകാനൊരു ഷർട്ട് ഇസ്തിരിയിട്ടാണ് നിലത്ത് ഈ വശം കുത്തി വീണുപോയി. നിങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നല്ലേ? അപ്പൊ ആ കടൽ മീൻ പിടിക്കുമ്പോൾ അപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ടാ വന്നേ. അതിനുശേഷം പിന്നെ സംഭവിച്ചു. പിന്നെ ഇപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിയുന്ന മാതിരി ഓരോരുത്തർ ചില്ലറ ഞങ്ങള് തെറാപ്പിക്ക് പോയത്. അപ്പൊ അവിടെ തെറാപ്പിക്ക് പോയത് ഒരു കൊല്ലൊക്കെ ചെയ്യും. മെഡിക്കൽ മരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ അവിടുന്ന് ഡോക്ടർ ചേഞ്ച് ഒരു മാസേ ചെയ്തോളൂ. അതന്നെ ഇപ്പൊ കടത്തൊക്കെ ഇറങ്ങി കളിക്കുകയാണ്. വീട് പണീൻ്റെ ഒക്കെ കടമാണ്. ഞങ്ങൾക്ക് ഒരു വിലയില്ല, ഒന്നുമില്ല. ഒരു ഇന്നത്തെ വെള്ളം വന്നപ്പോ ഞങ്ങൾ വേദാറായിരിക്കണം. എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പണിക്ക് പോയിട്ടൊന്നും ചെയ്യാന്ന് വിചാരിക്കാൻ, ഇത് മാറണം എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് നമ്മളെ കൊണ്ട് പരമാവധി ചെയ്തിട്ടൊന്നും ഇതിനൊരു രക്ഷ. അതൊക്കെ നമ്മൾ ദൈവം സഹായിക്കണേ. നമ്മൾ ദൈവത്തോട് ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു ദൈവം നമുക്ക് ഓർക്കും. കോഴിക്കോട് അൽഫോൻസ് ഹോസ്പിറ്റലാണ്. അവിടെ തെറാപ്പി ഉണ്ട്. അവിടെ പോയി തെറാപ്പി ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റും. അയച്ചു കൊടുക്കുന്നുണ്ട്. ബ്രദർക്ക് അയച്ചു കൊടുത്താൽ പിന്നെ ബാക്കി ദൈവത്തിന്റെ വഴിയല്ലേ. പിന്നെ ദൈവത്തിന് അതെ എന്തായാലും നമ്മള് കൊടുക്കുന്നുണ്ട്. ഈ പിന്നെ പറ്റേ ഇവരോട് നമ്മൾ കൂട്ടുകാരനാണ്, നമ്മളൊരു സ്നേഹിതനാണ്. ഇപ്പൊ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പറ്റുവെച്ചാല് പിന്നെ ആരായാലും എവരായാലും ഏത് ജാതി മതമായാലും സഹായിക്കാൻ പറ്റിയ ആൾക്കാർ മൂപ്പർക്ക് സഹായിച്ചാൽ വലിയ ഉപകാരമാണ്. എന്തായാലും നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്പർ ഒന്ന് പറഞ്ഞോട്ടെ. നമ്പർ പറയാം. 96 05 68 03 77. എന്തായാലും നമ്പറുണ്ട്. നമ്പർ വിളിക്കുക. വിളിച്ചിട്ട് പറ്റുന്ന ആൾക്കാരെ എല്ലാവരും കൊടുത്താൽ വലിയ ഉപകാരം. അതുകൊണ്ടിട്ട് ഇനി ഇവർ കൊണ്ട് പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പെട്ടെന്ന് മുമ്പ് കുഴഞ്ഞത്. ഞാൻ മുമ്പ് തമിഴ്നാട്ടിലൊക്കെ പോയി വന്നതാണ്. 5-6 വർഷം മുന്നേ പോയി വന്നതാണ്. ഇപ്പോൾ തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു കൈ പോകുന്നത്, ഒരു കൈ മാത്രം പോകുന്നുണ്ട്. 2 കാൽ തീരെ നടക്കാൻ അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇത് കടലുണ്ടി പഞ്ചായത്ത് എത്രാമത്തെ വാർഡ്? ഇത് 18ാമത്തെ വാർഡിൽ ബേബിയാണ്, ശാന്താണ്, ഭാര്യയാണിത്.
അപ്പോൾ ഒന്നും കുട്ടികളില്ല, മക്കളില്ല, സപ്പോർട്ടിന് സഹായത്തിന് ആരില്ല. അതുകൊണ്ട് എല്ലാവരും അത് കണ്ടിട്ട് സഹായിക്കുന്നു. ഇതായോട് പറയാം. നന്ദി. ആണ്. അപ്പോൾ 4 കൊല്ലമായി ഇപ്പോൾ പണിക്കൊക്കെ പോയിരുന്നേനി. അപ്പോൾ ഷോക്ക് വന്ന കാരണം ഷർട്ട് ഇസ്തിരിയുമ്പോൾ ആൾ വീണ് പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല. ഞങ്ങൾ 2 ദിവസമില്ല. തവിക്ക് കാലിൻ്റെ മുട്ട് വേദന തേമാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബെൽറ്റൊക്കെ കാലിലിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനൊരു വഴിയിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് പറയാൻ കൊടുക്കുന്നതാണ്. എന്നോട് പറഞ്ഞിട്ട് ആരും സഹായം ചെയ്യാൻ താല്പര്യ ആൾക്കാർ വളരെ സന്തോഷത്തോട് ധ്യാനത്തോടും ചെയ്ത വലിയ ഉപകാരമാണ്. ഒന്നിനും പോകാനും പറ്റില്ല. നമ്മള് നടക്കാൻ കഴിയില്ല, കാലിന് മുട്ടുവേദന ആയ കാരണം. അപ്പോൾ നമ്മള് ഏതാ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് നമുക്ക് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിനെ നോക്കണം. കാരണം ഇതിനൊരു സഹായം ഇതിനാലൊന്നും ചെയ്യാൻ പറ്റില്ല. സിക്ക് പിടിച്ച് മെല്ലെ നടക്കുന്നതല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാവരും കേട്ടതാണല്ലോ. അപ്പോൾ ഇവർക്ക് ഈ കുടുംബത്തേക്ക് പറ്റിയ സഹായം എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ അയച്ചു കൊടുക്കുക. ഇന്നത്തെ ആര് കഷ്ടപ്പെട്ടാലും പിന്നെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പരമാവധി ഞങ്ങൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടിട്ട് നിങ്ങൾ ആരായാലും ഈ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തോളി. ഇവർക്ക് സഹായം പറ്റിയെന്ന് വെച്ചാൽ സഹായം ചെയ്യുന്ന വലിയ ഉപകാരമാണ്. ഫോൺ നമ്പർ അത് കൊടുക്കുന്നുണ്ട്. വിളിച്ച് ചോദിക്കുക. എവിടെയാണ് എന്താണ് എവിടെയാണ് ഈ കേരളത്തിലായാലും തമിഴ്നാടായാലും എല്ലാവർക്കും നിങ്ങൾ ചെയ്തെടുക്കുന്നു. വളരെ മനഃപൂർവ്വമായിട്ട് ചോദിക്കുന്നുണ്ട്. ദൈവേട്ടാ അവിടെ കൊടുത്തിക്കണേ പറയാനാണ്. അപ്പോൾ നിങ്ങൾ നമ്പർ കൊടുത്തിന്, എൻ്റെ നമ്പർ കൊടുത്തിക്കണേ. ഈ നമ്പറിലേക്ക് നമ്പർ ഒന്ന് പറഞ്ഞോട്ടെ. അവിടെ നമ്പർ ഈ നമ്പറിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആണ്. പിന്നെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. മൂപ്പര് ഫോൺ ഉണ്ട്. ഇതാ ഈ സാധാ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പ് ഫോൺ നമ്പർ ഒന്നുമില്ല. എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. മൂപ്പര് അത് പറഞ്ഞു തരണം. നോക്കിക്കോളി. അത്ര ഒരു വിഷയം.